നീയല്ലാതെ ഇക്കാലത്ത് കൃഷിയും കോപ്പും എന്നൊക്കെ പറഞ്ഞിറങ്ങി പുറപ്പെടുവോ? അതും നമ്മുടെ നാട്ടില്. നാട്ടിലല്ല, പിന്നെ നിന്നെ പോലെ ദുബായ് പോയി കൃഷി ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ ദുബായിലെ കർഷകശ്രീ ആണല്ലോ. ഒന്ന് പോടാ വരുന്നു. അപ്പച്ചൻ മരിച്ചപ്പോൾ കിട്ടിയ പൈസയാണ്. അതുകൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടതാ. അതിപ്പോൾ എങ്ങനെയായി? ഡാ പോളി, കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്തെങ്കിലും മാർഗത്തിൽ തിരിച്ചു കിട്ടാൻ പറ്റുമോ നോക്ക്. എന്ത് മാർഗം? ആർക്കും വേണ്ടാത്തൊരു ഫാക്ടറിയും 2.5 ഏക്കർ സ്ഥലവും. അത് ബാങ്കുകാർ കൊണ്ടുപോകും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയാൻ പാടില്ലാത്ത കാര്യ. എന്നാലും നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല. സഖാവ് എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അഭിപ്രായത്തില് ആ പാടം മണ്ണിട്ട് നികത്തി പ്ലോട്ട് തിരിച്ച് വിറ്റ ഇപ്പത്തെ സ്ഥലത്തിന്റെ വിലയനുസരിച്ച് നിങ്ങൾ മുടക്കിയ പൈസയും അതിന്റെ 2 ഇരട്ടി ലാഭവും കിട്ടും. അതൊക്കെ വലിയ പുലിവാലാവും. എന്ത് പുലിവാല്? ഏതാണെങ്കിലും ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടില്ലേ, ഇനി ഇതും കൂടി നോക്കാന്ന്. ഞാനിന്നും അടങ്ങി നിൽക്ക്. ഇതൊന്നും കഴിയുന്നവരെ ഒരു ഉടക്കിൽ നിൽക്കണ്ട. ആവശ്യം നമ്മുടെ നടക്കണ്ട. ആരും പതറരുത്. മസിൽ പിടിച്ചു വന്നു. എന്താ സഖാവേ? അതെ, ടിപ്പറിൽ മണ്ണടിക്കുന്നതിന് ഞങ്ങൾക്ക് നോക്കൂലി തരേണ്ടി വരും. അല്ലെങ്കിൽ മണ്ണടി നടക്കില്ല. അത്രേ ഉള്ളോ? നിങ്ങൾ ആരും ആ മണ്ണടിക്കുന്ന ഭാഗത്തേക്ക് നോക്കേ വേണ്ട. അതെ, അപ്പൊ പിന്നെ നോക്കൂലിയുടെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ തമാശ കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ലോഡ് ഒന്നിന് 500 രൂപ വെച്ച് നോക്കുകൂലി. വൈകിട്ട് യൂണിയൻ ഓഫീസിൽ എത്തിച്ചേക്കണം, അല്ലെങ്കിൽ പണി നടക്കുകയില്ല. നീ ഇവിടെ ഇരുന്ന് ലോഡ് എണ്ണിക്കോ. ഓ, എണ്ണ അറിയാലോ. ഓ, എന്താടാ ഒരു പുതിയ ഐറ്റം പഴയ പാട്ടൊക്കെ ആയിട്ട്? എന്താണ് മാഡം ഭജനയൊക്കെ ആയിട്ട് ഇവിടെ? പാടം കൃഷി ചെയ്യാനുള്ളതാണെന്ന് അറിയില്ലേ? അറിയാം, കൃഷി ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചതുമാണ്. പക്ഷെ ആളെ കിട്ടാനില്ല. നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ ഇനിയും ഇവിടെ കൃഷി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലേ ബക്കർ സാർ? അതെ അതെ അതെ. തന്റെ പാടത്ത് കൃഷി ചെയ്യലല്ല ഞങ്ങളുടെ പണി. ഇതൊക്കെ തടയുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി. ബെസ്റ്റ്. പറ്റുമെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു ചർച്ചയും സെമിനാറും കൂടി സംഘടിപ്പിച്ചോളൂ. ഇനി അതായിട്ട് കുറയ്ക്കണ്ട. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല ചേച്ചി. കാലത്തിന്റെയും കുറ്റിയും പറിച്ചിറങ്ങിക്കോളൂ. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.